morning to all. Good morning, ma'am. ക്ലാസ്സിൽ ആരും ഇല്ലേ? സ്ട്രെങ്ത് കുറവാണല്ലോ. ഓണ സെലിബ്രേഷൻ അല്ലേ? എല്ലാവർക്കും തിരക്കാണ്. മക്കൾക്ക് എന്താ ഓണ സെലിബ്രേഷൻ ആണ് അല്ലേ? കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, എനിക്കും ഞാൻ പറഞ്ഞതിന് മോൾക്ക് ഇന്ന് ഓണ സെലിബ്രേഷൻ ആണ്. അതുകൊണ്ട് സാരി ഉടുക്കേണ്ടി വന്നു. സ്റ്റാർട്ട് ചെയ്താലോ? അല്ലെങ്കിൽ കുറച്ചു വെയിറ്റ് ചെയ്യണോ? ജോയിൻ ചെയ്യോ എല്ലാവരും? ഇന്ന് സ്കൂളുകളിലൊക്കെ സെലിബ്രേഷൻ ആയതുകൊണ്ട് രാവിലെ എല്ലാവരെയും കൊണ്ടുവിടുന്നതിന്റെ ഒക്കെ തിരക്കായിരിക്കും. അതാവും തിരക്കാണ്. ഞാനും തിരക്ക് പിടിച്ചാ പറഞ്ഞു. മോളെ കൊണ്ടുവിട്ടിട്ടാണ് ഓടിയ പറഞ്ഞത്. താങ്ക് യു മഞ്ജു. മഞ്ജുല്ലേ പേര്. അപ്പൊ ഇന്ന് ക്ലാസ് എടുത്താലോ? നമുക്ക് ക്ലാസ് എടുക്കണോ? എടുക്കാലോ. ക്ലാസ് എടുക്കാലോ നമുക്ക്. നമ്മിന് ടെൻസാണ് എടുക്കാന്നോ മിസ്? എന്തോ ടെൻസാണ് എടുക്കാന്നല്ല മിസ്? ടെൻസ് സ്റ്റാർട്ട് ചെയ്യണല്ലേ? കഴിഞ്ഞ ആഴ്ച ആൾക്കാർ കുറവായ കാരണം മിസ് ഇട്ടില്ല. ഇപ്രാവശ്യം അതിലും കുറവായി. അതിലും കുറവാ. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ടെൻസ്. ഏറ്റവും വലിയ പ്രശ്നം. ചുമ്മാ അങ്ങനെ എടുത്ത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. എല്ലാവരും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. കുറച്ചുനേരം വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം ചെയ്യും, നമ്മൾ സ്റ്റാർട്ട് ചെയ്യൂ. പ്രയർ സ്റ്റാർട്ട് ചെയ്യൂ. അപ്പുറം കുറച്ചുനേരൊക്കെ ജോയിൻ ചെയ്യാലോ. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. പ്രയർ ബർത്ത്ഡേ ആൻഡ് സൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? തുടങ്ങിക്കോളൂ. അപ്പോ Good morning, ma'am. Good morning, everyone. തന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപി നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Thank you. Signing today. Good morning. Good morning to all. My name is Manju. You are all welcome, respected teacher Ashwati ma'am, to our class. I am so happy to see you together here. I hope the class will great and successful. I hope you will enjoy the class. Have a good day.
ഓക്കെ. അപ്പോ പിന്നെ പകുതി സ്റ്റുഡൻസ് പോലും ക്ലാസ്സിലില്ലല്ലോ. എന്താ ചെയ്യാലേ? ഓക്കെ. ഇന്നലെ ഒരു ഗ്രൂപ്പ് സോങ് പാടാനുള്ളവർക്ക് ഭയങ്കര വിഷമായി വന്നു. വിഷമായോ? പാടാനുണ്ടായിരുന്നോ ഗ്രൂപ്പ് സോങ്? അവര് ഒരു 2 പരിപാടി കൂടെ ഉണ്ടായുള്ളൂ. അപ്പൊ ഗ്രൂപ്പ് സോങ് അവര് സാരി ഒക്കെ എടുത്ത് ഒരുങ്ങിയിരിക്കായിരുന്നു. അറിയായിരുന്നു. അവര് പറഞ്ഞു. അപ്പൊ അവരിൽ ഒരാൾക്ക് ഇന്ന് സ്കൂളില് എന്തോ പരിപാടി ഉണ്ട്, അവിടെ ഇന്റേൺഷിപ്പിന് പോയിട്ടേ. അപ്പൊ അവര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഇന്നലെ ഒരുങ്ങിയിരുന്നു എന്ന് പറയുന്നത്. ആണോ? പക്ഷെ എന്നോട് പറയായിരുന്നു കേട്ടോ. അവരത് ഇൻഫോം ചെയ്തില്ല, ആരോടും പറഞ്ഞില്ല. പരിപാടി കഴിഞ്ഞിട്ടാ പറഞ്ഞത്. പറഞ്ഞല്ലോ പ്രോഗ്രാം കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വേറെ മിസ്സിനെ വിളിക്കാം, മിസ് ക്ലാസ് ഹോസ്റ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അല്ല, പാട്ടുകൾ ഒരുമിച്ച് വേണ്ടാന്ന് വെച്ചിട്ടേ 2 തിരുവാതിര കഴിഞ്ഞിട്ട് ഒരു സോങ് വെച്ചത്. ആണോ? അവര് ചേച്ചി അനിയത്തിന്നുണ്ട്. ഇന്ന് ആരെങ്കിലും റെഡിയാണോ? ആരെങ്കിലും ഇന്നലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ആ ഒരു കുറവങ്ങടെ നികത്താം. റെഡിയാണോ? ഇന്നാരും പറയണ കേട്ടില്ല. നമ്മുടെ 1 hour നമുക്ക് തീരില്ല. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഒരു മിസ് ലീവായിരുന്നു. അപ്പൊ പെട്ടെന്ന് എമർജൻസി ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ 11:30 എനിക്ക് ക്ലാസ് വന്നു. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്താനായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമമായത്. അപ്പൊ ഞാനത് മിസ്സിനോട് പറഞ്ഞപ്പോ മിസ് പറഞ്ഞു പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വേറെ മിസ്സിന് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതൊക്കെ പ്ലാൻ ചെയ്താ വന്നേ. നമ്മളിപ്പോ ക്ലാസ്സിലല്ലല്ലോ ഒരുമിച്ചിരിക്കാൻ നമുക്ക് അറിയാൻ പറ്റും അവര് ഒരുങ്ങിയിരിക്കുകയാണോ. അതൊക്കെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ ഓൺലൈൻ ആയ കാരണം. അവരത് പറഞ്ഞൂല്ല. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ചെയ്യണമെങ്കിൽ ഇന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. റെഡിയല്ല? ഇന്നിപ്പോ ആരും പേര് തന്നിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാം, ഇനി പ്രോഗ്രാംസ് വരുമല്ലോ, അത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യണം. ഓക്കെ. എന്നാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നോ? ഫസ്റ്റ് ടൈം ഒരു ഓൺലൈനിൽ ഒരു സെലിബ്രേഷൻ വെക്കുമ്പോ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഓൺലൈൻ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു? എനിക്ക് ഫസ്റ്റ് ഒന്നും വലിയ കുഴപ്പമൊന്നും തോന്നില്ല. തിരുവാതിര എത്തിയപ്പോ അവര് തമ്മിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ കുറവായിരുന്നത് പോലെ തോന്നി. അവരാദ്യം ഒരുമിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നെങ്കിൽ അത്ര പ്രശ്നം വരില്ലായിരുന്നു. അതുമല്ല എനിക്ക് തോന്നേ, പാട്ട് ഇപ്പൊ ഞാൻ വെക്കുന്നില്ല, ആര് വെക്കുമ്പോഴാണെങ്കിലും കേൾക്കുന്നത് കുറച്ച് ടൈം ലേറ്റ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഗ്രൂപ്പില് അവരൊരു വീഡിയോ ഇട്ടിട്ട് ചെയ്യാനാ പറഞ്ഞുള്ളേ. അവര് പ്രാക്ടീസ് ചെയ്തോ നമുക്കറിയില്ല. കുഴപ്പമില്ല, ഓൺലൈൻ അല്ലേ, നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. എന്നാലും അവര് നന്നായിട്ട് പെർഫോം ചെയ്തത്. എന്തിന് ക്യാമറ കൊണ്ട് ഡാൻസ് കളിക്കാനൊരു അത്രയും ഒരു കോൺഫിഡൻസ് അവർക്ക് വന്നില്ലേ, അത് വലിയ കാര്യമാണ്. അതാണല്ല അവർക്ക് തന്നെ വിഷമായി ശരിയായില്ല എന്നിട്ട്. നമുക്ക് സെറ്റ് ആക്കാം ഒരു ദിവസം. എല്ലാം പ്ലാൻ ചെയ്യണം, നന്നായി പ്ലാൻ ചെയ്യണം. ഓൾറെഡി നമുക്ക് വേറെ ഒരുപാട് ചെയ്യാം. നമുക്ക് സ്ക്രീൻ വേണമെങ്കിൽ പാട്ട് ഷെയർ ചെയ്യാം. സ്ക്രീനിൽ ടെക്സ്റ്റ് ഷെയർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പാട്ട് ഷെയർ ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്താൽ മതി. നന്നായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടത്താൻ പറ്റും. ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് പറയൂ. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പാട്ട് കേൾക്കുന്നില്ലായിരുന്നു, സൂപ്പർ ആയിരുന്നു, തിരുവാതിര ചേളായി, അങ്ങനെ പറയാൻ പാടില്ല. രസമായിരുന്നു. പക്ഷെ അല്ലെ ജീന മുങ്ങിയതാണ് അടിപൊളി. ജീന പിന്നെ മുങ്ങി കാണുന്നേ ഇല്ല. 4-ാമനെ കാണണ്ടേ? എന്തായാലും ലാസ്റ്റ് കൈലോട്ട് പറയാൻ വന്നിരിക്കുന്നു. ഞാനിവിടെ ഉണ്ട് മാം, സോറി. ശരിക്കും ജീനയെ പിൻ ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ നോക്കിയപ്പോ ആളെ കാണില്ല, ആളെ മിസ്സിംഗ് ആയി.
കളിക്കാഞ്ഞ കാര്യായി. എന്നൊക്കെ രസമായിരുന്നു കേട്ടോ. ഇഷ്ടായി. ഡാൻസ് വെയിറ്റിംഗ് ആയിരുന്നു. പാട്ട് നമുക്ക് ഓൾറെഡി അറിയാം. ഡാൻസ് എനിക്ക് അറിയണം എങ്ങനെയായിരുന്നു. ഞങ്ങൾ ഇതുപോലെ ഒരു FT ഗ്രൂപ്പില് ഏത് പ്രോഗ്രാമാണ് ഏതൊരു ഇതുപോലത്തെ ഒരു സെലിബ്രേഷന് അവിടെ ഒപ്പനയൊക്കെ കളിച്ചു. ഒരിടത്തിൽ എന്ത് രസമായിരുന്നു അറിയോ? അത് ശരിക്കും ഇവരെ പ്ലാൻ ചെയ്തിട്ട് നന്നായിട്ട്. നമ്മളാണെങ്കിൽ പെട്ടെന്നാണല്ലോ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്രിസ്മസ് ഒക്കെ വരുമല്ലോ, നമുക്ക് നന്നായിട്ട് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം, സെറ്റ് ആക്കണം. ഓക്കെ, 1 മണിക്കൂറിൽ കൂടുതൽ ടൈം നമുക്ക് എടുത്തിട്ട് നമുക്ക് അതെല്ലാം ചെയ്യാം. പൊളിക്കണം നമുക്ക്, ആ ഒരു വാശി നമുക്ക് വേണം. ഓക്കെ, അത് ഓഗസ്റ്റ് ആയി, ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ചെയ്യാം. ഡിസംബറിന് പിന്നെ ഡിസംബർ എനിക്ക് എന്റെ ഫേവറേറ്റ് മന്താട്ടോ, ബർത്ത്ഡേ കൂടിയാണ്. കുറച്ചുകൂടി എനിക്ക് ഇഷ്ടം. അങ്ങനെ ക്രിസ്മസ് എന്ന് പറയുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ന്യൂ ഇയറിനുള്ളതാ. ന്യൂ ഇയർ മീൻസ് ലാസ്റ്റ് ആണ്, ഇയർ എൻഡ് ആണ്, ഞാൻ 31st അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് എന്റെ ബർത്ത്ഡേ ഞാൻ സെലിബ്രേറ്റ് ചെയ്യും. മൊത്തം ആഘോഷമായിരിക്കുമല്ലോ, അത് രസം. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഏതാ ഓർമ്മ. അപ്പൊ ക്രിസ്മസ് നമുക്ക് പൊളിക്കാം, സെറ്റാക്കാം, നമുക്ക് അടിപൊളിയാക്കാം. അപ്പൊ കുറച്ച് സ്റ്റുഡൻസേ ഉള്ളൂ. ഞാൻ 10th മുന്നായിട്ട് ഒരു ആക്ടിവിറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നോ? അത് ചെയ്തായിരുന്നോ? അത് ചെയ്തു മാം. സ്റ്റോറി എഴുതാൻ പറഞ്ഞു. സ്റ്റോറി ഇഷ്ടമാണ്. ബർത്ത്ഡേ സെയിം ആണ്. അപ്പൊ എന്റെ ബർത്ത്ഡേ ഒരിക്കലും മറക്കില്ല അല്ലെ. അപ്പോ എന്താ പറഞ്ഞേ, ചെയ്തായിരുന്നു അല്ലെ? നിങ്ങൾ വായിച്ചോണ്ട് പ്രസന്റ് ചെയ്തോ? അത് പ്രസന്റ് ചെയ്തു. കുറച്ച് പേര് പ്രസന്റ് ചെയ്തു, ഇനിയും പ്രസന്റ് ചെയ്യാനുണ്ടല്ലോ. ഇനിയും പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും? Anyone? No one? No one. Very good. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ടെൻസ് പതുക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇനി ഞങ്ങളൊരു കാര്യം ചെയ്യട്ടെ. നമ്മളധികം സംസാരിക്കാറുണ്ടെങ്കിലും പോലും കുറച്ച് ചില കാര്യങ്ങളൊന്നും സംസാരിക്കാറ് അല്ലെ? ഞാനൊരു കാര്യം ചെയ്യട്ടെ. നിങ്ങളുടെ ലൈഫില് എനിക്ക് കുറച്ച് മുന്നേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രൗഡായിട്ട് ഫീൽ ചെയ്തൊരു മൊമെന്റ് ഏതാണ്? ആസ് എ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് ഫീൽ ചെയ്തൊരു മൊമെന്റ് ഉണ്ടാവും. ഞാനിപ്പോ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മൊമെന്റ് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അത് എന്ത് മൊമെന്റ് ആണ്? അത് ഏത് മൊമെന്റ് ആണ്? അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് പറയും. ഓക്കെ, പറയാം. ഇത് പറയുന്ന ഒരു കാരണം കേട്ടോ, ഞാൻ പറഞ്ഞ. ഓക്കെ, ആസ് എ പേഴ്സൺ നമ്മളെ കുറിച്ച് പ്രൗഡ് ഫീൽ. ആസ് എ പേഴ്സൺ, ഞാൻ എപ്പോഴും പറഞ്ഞു, ആസ് എ പേഴ്സൺ നമുക്ക് പ്രൗഡ് ആയിട്ട് തോന്നിയ പോസിറ്റീവ് മൊമെന്റ് ഏതാണ്? പറയാം. എക്സ്പ്ലനേഷനോടെ വേണം കേട്ടോ. പറയൂ, ഏത് മൊമെന്റ് ആണ്? മിസ്സേ, ഞാൻ പറയട്ടെ. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഡിഗ്രിയും PG ഒക്കെ സ്റ്റുഡൻസ് ഇല്ലേ, എല്ലാരും കൂടിയിട്ട് ആർട്സ് ഫെസ്റ്റിന് നമ്മ പങ്കെടുക്കുമല്ലോ. അപ്പൊ ഫ്ലവർ മേക്കിങ്ങിന്റെ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ +2 ആയിട്ടുള്ളൂ. അപ്പൊ ഇവരുടെ ഇടയിൽ പങ്കെടുത്തപ്പോ എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. അപ്പൊ GS പ്രദീപിന്റെ കയ്യിൽ നിന്നും ഫിലിം സ്റ്റാർ വിനീത് കുമാറിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയില്ല, ഞാൻ കേട്ടില്ല. ക്ലിയർ ആയില്ല എനിക്ക്. നിങ്ങൾ പറയൂ. PG സ്റ്റുഡൻസും ഡിഗ്രി സ്റ്റുഡൻസിന്റെ ഒക്കെ കൂടി കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നേ, ഫ്ലവർ മേക്കിങ്ങിന്റെ. അതില് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് എനിക്കായിരുന്നു. അപ്പൊ GS പ്രദീപും ഫിലിം സ്റ്റാർ വിനീത് കുമാറിന്റെ കയ്യിൽ നിന്നും പ്രൈസ് വാങ്ങിച്ചു. ഇനി നെക്സ്റ്റ് മിസ്സേ, ഞാൻ പറയാം.
മിസ് ഞാൻ കുറച്ച് കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞതിന് മുന്നത്തെ വർഷം എനിക്ക് ബാച്ചിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൺകുട്ടികളായിരുന്നു കേട്ടോ. അപ്പൊ അതിലൊരു കുട്ടി ഭയങ്കര വീക്കാണ്. പഠിക്കാൻ ഒട്ടും അവനൊരു താല്പര്യമൊന്നും ഇല്ലാണ്ടൊക്കെയാണ് അതിന്റെ അച്ഛൻ എൻ്റെ അടുത്ത് ട്യൂഷന് കൊണ്ടാക്കിയത്. പിന്നെ ഇവിടെ കുട്ടികളുടെ കൂടെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കുകയും ഞാൻ എംപോസിഷൻ കൊടുക്കുകയും ക്ലാസ്സിന് വെളിയിലൊക്കെ നിർത്തിയിട്ടുണ്ട് അവനെ. SSLC എക്സാം ഒക്കെ കഴിഞ്ഞ് എക്സ്ട്രാ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുമായിരുന്നു അവനെ ഇരുത്തി. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കണ കൂട്ടത്തിൽ ഇരുത്തി പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. SSLC റിസൾട്ട് വന്നു. ആ കൂട്ടത്തില് എനിക്ക് ഏറ്റവും പേടി അവൻ തോറ്റുപോവോന്നായിരുന്നു. പക്ഷെ അവൻ എല്ലാം B+ഓട് കൂടിയിട്ട് പാസ്സായി. അവന് B കിട്ടുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും മലയാളത്തിൽ നമുക്ക് അക്ഷരം പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നാണ് അവൻ കയറി വന്നത്. അപ്പോ എല്ലാത്തിനും B+ കിട്ടി. എന്നിട്ട് അവൻ അന്ന് തന്നെ റിസൾട്ട് അറിഞ്ഞ് വേറെ ഒരു കുട്ടികളും അന്ന് തന്നെ ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് വൈകിട്ട് അവൻ എനിക്ക് കുറച്ച് ലഡു ഒക്കെ വാങ്ങി എൻ്റെ അടുത്ത് ഓടി വന്നു. അപ്പൊ അവന്റെ അച്ഛൻ എന്നിട്ട് എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ആ അച്ഛന്റെ കണ്ണ് നിറയുമായിരുന്നു. ഇങ്ങനെ ടീച്ചർ ഒത്തിരി കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അവൻ എന്റെ കൂടെ നിൽക്കാൻ അവനൊരു മനസ്സ് കാണിച്ചത് കൊണ്ടാണ് അവനത് ആ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റിയത്. എന്നിട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത അമ്പലത്തിൽ ആ വർഷം SSLC പാസ്സായ കുട്ടികൾക്കൊക്കെ പ്രൈസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു മൊമെന്റോ കൊടുക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ ബുക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങൾ അന്ന് അവിടെ അമ്പലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ അവിടെ പ്രൈസ് കിട്ടൂന്നൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പക്ഷെ അവിടെ സ്റ്റേജില് വിളിച്ച് അവന് പ്രൈസ് കൊടുക്കാൻ നേരം അവൻ ആ സമയത്ത് അവന്റെ അച്ഛനും അമ്മ അവിടെ ഉണ്ട്. പക്ഷെ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അഭിഷേക് ഇങ്ങനെ പേര് വിളിച്ചപ്പോ പെട്ടെന്ന് എനിക്ക് ഇവനാണോ എന്നുണ്ടായി. അപ്പൊ ഞാൻ വേഗം വന്നിട്ട് ഫോണിൽ വിളിച്ചു കഴിഞ്ഞപ്പോ അവന്റെ ചേട്ടനാ ഫോൺ എടുത്തത്. അപ്പൊ അവൻ വീട്ടിലുണ്ട്, അച്ഛനും അമ്മ ഇവിടെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവന്റെ പേര് ഇവിടെ വിളിക്കണുണ്ട്, ഞാൻ അച്ഛനെയും അമ്മേനെയും കണ്ടു, അഭിഷേകിനെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോ തന്നെ ഓടി അവൻ വന്നു, സ്റ്റേജിൽ കയറി പ്രൈസ് വാങ്ങി. അപ്പൊ എന്നിട്ട് അവനോട് ഇങ്ങനെ പറയുമല്ലോ, ഇങ്ങനെ രണ്ടു വാക്ക് സംസാരിക്കുന്ന കുട്ടികളോടൊക്കെ പറഞ്ഞപ്പോ അവനിങ്ങനെ പറഞ്ഞു, എന്റെ ടീച്ചർ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടതാ, എന്റെ ടീച്ചർ ഒരുപാട് എന്നെ വഴക്ക് പറയുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു, അങ്ങനെ ഞാൻ പാസ്സായതാ, ഞാൻ പാസ്സാവുമെന്ന് വിചാരിച്ചല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി, എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഇപ്പോഴും വഴിയിൽ എവിടെ വെച്ച് കണ്ടാലും അവന് ഓടി വരും എൻ്റെ അടുത്ത്. അങ്ങനെ ഒരു നല്ലൊരു അനുഭവം എനിക്കുണ്ടായി. അത് ദീപ്തി പറയുന്നതിന്റെ എനിക്ക് ഞാനത് ഇമാജിൻ ചെയ്തു കേട്ടോ. അല്ലാതൊരു മൊമെന്റ് ആണ്. ശരി, ഓക്കെ. നെക്സ്റ്റ് മിസ്സേ ഞാൻ പറയട്ടെ. എനിക്ക് അത്ര വലിയ പ്രൗഡ് മൊമെന്റ് ഒന്നും ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും എന്റെ ചെറുപ്പത്തിൽ ഉണ്ടായൊരു ആ ഒരു സമയത്ത് എനിക്കതൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. എന്ന് വെച്ചാല് ഞാൻ മദ്രസയില് പഠിക്കേണ്ട സമയത്ത് എനിക്ക് 5th സ്റ്റാൻഡേർഡ് ആണ് തോന്നുന്നു, എനിക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നു, ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയിരുന്നു. എന്നെ പോലെ വേറൊരു കുട്ടിക്കും ആദ്യ ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു ഉസ്താദ് മുമ്പ് 3ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. അത് എനിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് 10,000 റുപ്പീസ് തന്നിരുന്നു. അപ്പൊ 2 കുട്ടികൾക്കുള്ളതുകൊണ്ട് 5,000 മറ്റോൾക്കും എനിക്ക് 5,000 അങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു. അപ്പൊ അതാണ് എനിക്ക് ആ ഒരു സമയത്ത് എനിക്കത് വലിയ ഒരു ഉപകാരമായിരുന്നു. അത് പിന്നെ വലിയൊരു അഭിമാനമായിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെ അത്രയും പൈസ കിട്ടിയപ്പോ. ഉസ്താദ് ആയതുകൊണ്ടാണ് അത്രയും പൈസ തന്നത്. പിന്നീട് എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല, അത്രയും തുകയൊന്നും. അപ്പൊ ഇപ്പോഴും അത് ആലോചിക്കുന്ന സമയത്ത് ഇപ്പോഴും എനിക്ക് അതൊരു സന്തോഷമാണ് സംഭവം. അപ്പൊ അത് പറയാന്ന് വിചാരിച്ചു. ഓക്കെ. എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും. പ്രൗഡ് മൊമെന്റ് എന്ന് പറയാൻ ഡിഫറെന്റ് ആയിരിക്കും. മനസ്സുകൊണ്ട് നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നതാണ് ഒരു പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത്. സങ്കടവും സന്തോഷവും ഒക്കെ കൂടി വരുന്നൊരു നിമിഷമാണ്. പിന്നെന്താ, ഇനി ആർക്കെങ്കിലും ഇത് പറയാനുണ്ടോ? നമ്മൾ മിണ്ടാത്തെ, പറയൂ. ആർക്കും ഒരു മൊമെന്റേ ഇല്ല? പറയൂ, ഷെയർ ചെയ്യൂ. മാം, ഞാനാണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ ഡ്രൈവിംഗ് ചെയ്യാൻ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. 2 വീലർ ഓടിക്കുമായിരുന്നു. 2 വീലറും ഭയങ്കര കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാർ ഓടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു.
പക്ഷെ എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല. ഞാൻ കാറ് ഓടിച്ചു കഴിഞ്ഞ് എൻ്റെ കൂടെ ഇരിക്കുന്നവർ എന്നെ ആര് വന്നാലും ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ, ഹസ്ബൻഡിൻ്റെ കൂടെ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പഠിക്കത്തില്ല. അപ്പോൾ ഹസ്ബൻഡ് വിട്ടു, നീ എങ്ങനെയും പഠിക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെങ്കിൽ ആര് വന്നാലും എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. ലാസ്റ്റ് എല്ലാവരും തോറ്റു. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചു, എനിക്കിനി ഒരിക്കലും ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ സ്വപ്നം ഉപേക്ഷിച്ചു. ഒരു ദിവസം എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് എന്നോട് പറഞ്ഞു, നമ്മുടെ അടുത്ത് ഒരാളുണ്ട്, ആളുടെ അടുത്ത് പറയാം, പുള്ളി എല്ലാവരും നന്നായി ഡ്രൈവിംഗ് പഠിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് ഫൈനൽ ലാസ്റ്റ് അതായിട്ട് ഒരു ട്രൈ ചെയ്യാം. ഒത്തിരിയും ട്രൈ ചെയ്തു, എന്നിട്ട് പറ്റിയില്ല. ലാസ്റ്റ് അപ്പോൾ ആ പുള്ളി അവിടെ നിന്ന് വന്നപ്പോൾ ഗേറ്റ് തുറന്നിങ്ങനെ വന്നപ്പോൾ ഞാൻ ഫോണിൽ ആരോടോ അപ്പം ഞാൻ പറഞ്ഞു, എന്നെ പഠിപ്പിക്കാൻ ഒരാൾ വരുന്നുണ്ട്. ആളിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു മിടുക്കനായിട്ട് ഫീൽ ചെയ്യത്തില്ല. അതായത് മറ്റു പല മിടുക്കരും വന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, ഇയാളെന്നെ പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല, വെറുതെ വരുവാ. പക്ഷെ പുള്ളി വന്നപ്പോൾ തൊട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഇവിടെ എൻ്റെ വീട് കുറച്ച് ഉയരത്തിലാണ്, അപ്പോൾ അവിടുന്ന് കറക്കി എടുത്തുകൊണ്ടൊക്കെ പോകാൻ കുറച്ച് കോൺഫിഡൻസ് വേണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ല. പുള്ളി ആദ്യം മുതൽ അതിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് 3-ാമത്തെ ദിവസം എന്നോട് പറഞ്ഞു, തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അയ്യോ, എൻ്റെ കൈയും കാലും വിറയ്ക്കുക, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ സ്റ്റക്കായിട്ടിരിക്കും. പുള്ളി പറഞ്ഞു, എടുത്തുകൊണ്ട് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഫ്രണ്ടിലെ റോഡാണ്. അപ്പം എനിക്ക് ഭയങ്കര പേടിയായി. പക്ഷെ ആ പുള്ളി പറയുന്നത് കേട്ട് എനിക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ അതെടുത്ത് പോയി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമാണ്. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്ത് പോവും, പക്ഷെ എനിക്കെന്നും ഭയങ്കര എനിക്ക് ഓർക്കാൻ, അതായത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്നെ അറിയാവുന്നവരൊക്കെ പറയും, നീ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു. ബിക്കോസ് ഞാൻ ഒത്തിരി പേടിയുള്ള ഒരാളാണ് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്. എൻ്റെ അത്രയും പേടിയുള്ള ഒരാൾ എനിക്ക് തോന്നുന്നില്ല, ഇല്ലാന്ന് തോന്നുന്നു. അത്രയ്ക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടിയത് തന്നെ വലിയൊരു കഥയാണ്. ആള് ഓടിച്ചിട്ട് എനിക്ക് ഭയങ്കര ആ ഒരു മൊമെന്റ് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എന്ന് പറയുമ്പോ എനിക്ക് എല്ലാത്തിനും ഓർമ്മ. അതൊരു കഥ, അത് ഞാൻ പിന്നെ പറയാം. എന്റെ കഥ ഞാൻ പിന്നെ പറയാം. പിന്നെ നെക്സ്റ്റ്. മാം, എനിക്ക് പ്രൗഡ് മൊമെന്റ് തോന്നിയത് ഒരു 16 വർഷം മുന്നാണ്. അന്നത് ഒരു ഭയങ്കര സംഭവം. ഇപ്പൊ അതിങ്ങനെ ആലോചിച്ചപ്പോ തന്നെ എനിക്ക് സങ്കടം വരുന്നു. ഞാൻ പറയാൻ കുറെ നേരമായിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കാം. എനിക്ക് അറിയിട്ട് പറയാം. ഭയങ്കര വരുന്നു. ഞാന് PGക്ക് പഠിക്കുന്ന സമയത്ത് 2009 ഞാന് സെക്കൻഡ് സെം തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ MSc ബോട്ടണിയാണ് ചെയ്തത്. അപ്പോ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല പഠിക്കാനുണ്ട്. അപ്പൊ സെക്കൻഡ് സെം തുടങ്ങിയപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര ഡെയിലി അസുഖങ്ങളാണ്. അപ്പൊ എനിക്കിങ്ങനെ ഹോർമോണൽ ഇംബാലൻസിന്റെ കുറച്ച് ഉണ്ട്. അപ്പൊ എനിക്കിങ്ങനെ പീരീഡ്സ് വരുമ്പോ ഓവർ ബ്ലീഡിങ് ഒരു 21 days ഒക്കെ നിൽക്കും. അപ്പൊ മാസത്തിൽ ഏതാണ്ട് മിക്കവാറും മാസങ്ങളിലും 3 ആഴ്ച 2 ആഴ്ച ഞാൻ ലീവായിരിക്കും ക്ലാസ്സിൽ. അതുപോലെ തന്നെ അതിന്റെ ഇടയ്ക്ക് ചിക്കൻ ഗുനിയ വന്ന ഒരു മാസം എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് റുബെല്ല എന്ന് പറയുന്ന ഡിസീസ് ഏതാണ്ട് 1.5 മാസത്തോളം ക്ലാസ് ഒക്കെ മിസ്സായി. അങ്ങനെ ഒരുപാട്. അപ്പൊ ഞാൻ ക്ലാസ് വർക്കൊക്കെ എനിക്ക് ലാഗായിട്ട് ഇങ്ങനെ ഒരുപാട് റെക്കോർഡ് വരയ്ക്കാനും എഴുതാനും ഒക്കെ ഉള്ള ബോട്ടണി ആകുമ്പോ അറിയാലോ. അപ്പൊ പക്ഷെ എന്താന്നറിയില്ല, ആ വർഷത്തെ യൂണിവേഴ്സിറ്റി റിസൾട്ട് വന്നപ്പോ ഞാൻ 3rd റാങ്ക് ഹോൾഡർ ആയിട്ട്. അപ്പൊ എനിക്ക് സങ്കടപ്പെട്ട കാര്യം എന്താ, പ്രൗഡ് മൊമെന്റ് അല്ലേ അത്. അപ്പൊ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു അനുമോദന ചടങ്ങൊക്കെ വെച്ചപ്പോ ഞാൻ അങ്ങനെ പൊട്ടിക്കരയായിരുന്നു. കാരണം എന്റെ സിറ്റുവേഷൻ എനിക്കും അറിയണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ HOD പറഞ്ഞു, എനിക്ക് മാനേജ്മെന്റിനോട് പോലും ചോദിക്കേണ്ട ആവശ്യമില്ല, ഷിബിതനെ ഞാനിവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് അപ്പോയിന്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ എന്താ പറയാ, ആ ഒരു ഹാർഡ് വർക്കിനുള്ള ഒരു അംഗീകാരം. എനിക്ക് ടീച്ചിങ് ഭയങ്കര ഒരു പാഷനാണ്. അപ്പൊ ഞാൻ സെമിനാർ എടുക്കുമ്പോഴൊക്കെ ഞാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ടൊക്കെ ആ സമയത്തൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ച ഹാർഡ് വർക്കിനുള്ള ഒരു അംഗീകാരം, അതാണ് എനിക്ക് ഏറ്റവും പ്രൗഡ് മൊമെന്റ്. ഞാൻ പഠിച്ച കോളേജില് ഞാനൊരു ടീച്ചറായിട്ട് ഞാൻ കയറിയ ആ ദിവസമാണ് എനിക്ക് ഏറ്റവും
അഭിമാനം തോന്നിയ ഒരു ദിവസം. ആ ഒരു മൊമെന്റ് ഞാൻ അവിടെ പോയിട്ട് ഞാൻ ആ രജിസ്റ്ററിൽ ഞാൻ സൈൻ ചെയ്ത് ആസ് എ ടീച്ചർ. അതായിരുന്നു ഏറ്റവും ഞാൻ അഭിമാനിക്കുന്ന ഒരു നിമിഷം. അതിനുശേഷം ഇപ്പൊ ഈ 16 വർഷത്തിനുള്ളിൽ അങ്ങനെ ഒരു അഭിമാനം തോന്നുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാൻ പോണത്, ഇനി 31st തൊട്ട് ഇന്റേൺഷിപ്പിന് പോണ ആസ് എ ടീച്ചർ ഒഫീഷ്യലായിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ് ഇപ്പൊ. ഇനി അഭിമാനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പഠിച്ചനോട്. താങ്ക് യു മാം. ഷിബിത, ഇതിപ്പോ ഷിബിത കരയാൻ കാരണം ആ ടൈമിലെ സിറ്റുവേഷനെ കൊടുത്തിട്ടാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, അത് വാശിയോടെയാണ് പറഞ്ഞിരുന്നെങ്കിൽ കരച്ചിൽ വരികയായിരുന്നു അല്ലെ. നമ്മള് അത് പൊരുതി നേടിയ ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ നമ്മള് അതിനെക്കുറിച്ച് ഇനി ആലോചിക്കുമ്പോൾ ഒരിക്കലും കരയാൻ പാടില്ല കേട്ടോ. കാരണം അത്രത്തോളം വാശിയോട് കൂടി പഠിച്ച് എന്താ ഏറ്റവും വലിയ അല്ലെ, നമ്മൾ പഠിച്ച ഒരു കോളേജിൽ തന്നെ നമ്മള് ടീച്ചറാകാന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് നമ്മൾ ഒട്ടും മാർക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാത്ത ഒരു എക്സാമിന് അല്ലെ. ഒരിക്കലും ഇനി ഈ സിറ്റുവേഷൻ പറയുമ്പോൾ ഒരിക്കലും സങ്കടപ്പെടരുതട്ടോ. അല്ലെങ്കിൽ നമ്മൾ വാശിയോട് കൂടി പഠിച്ചിട്ട് നമുക്ക് ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് നമ്മൾ അച്ചീവ് ചെയ്യും. ആ ഒരു മൈൻഡോട് തന്നെ നമ്മൾ ഇനി അത് പറയണം, ഓർക്കുകയും വേണം. അവിടെ സങ്കടത്തിന്റെ ആവശ്യമില്ല. ഓക്കെ, അഡ്വോക്കേറ്റ് ഇനിയും കിട്ടും. ഇനിയും ഒരുപാട് മൊമെന്റ് നമുക്ക് അച്ചീവ് ചെയ്യും, ഒരുപാട്. ഓക്കെ, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, എപ്പോഴും കോൺഫിഡന്റ് ആയിട്ടിരിക്കണം. നമ്മുടെ ലൈഫിൽ സങ്കടമല്ല വേണ്ടേ, വാശിയാണ് വേണ്ടത്. വാശിയാണ് അച്ചീവ് ചെയ്യണം എന്നൊരു വാശിയാണ് നമുക്ക് വേണ്ടത്. ആ വാശിയിൽ സങ്കടത്തിന്റെ ആവശ്യമില്ല കേട്ടാ. ഞാൻ ഇങ്ങനത്തെ ഒരു സ്വഭാവം കേട്ടോ. ഞാൻ എന്ത് കാര്യം പറയുമ്പോഴേക്ക് സങ്കടം വരുമായിരുന്നു. ഞാൻ മാറ്റിയതാ, വൃത്തികെട്ട സ്വഭാവം അത്. ഞാൻ മാറ്റി. ഞാൻ പറയാം, എന്റെ കാര്യം ഞാൻ പറയും. അതവിടെ നിൽക്കട്ടെ, ബാക്കി നിങ്ങൾ പറയും. ബാക്കി ഇനി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. എക്സ്പീരിയൻസ് അല്ല, ഒരു മൊമെന്റ് പറയും. നല്ല നല്ല എക്സ്പീരിയൻസ് മൊമെന്റ്സ് ഒക്കെ ഉണ്ട്, ഇങ്ങോട്ട് വരട്ടെ. ഒരുപാടുണ്ട്. അത് കേട്ട് മറ്റുള്ളവരും കൂടെ മോട്ടിവേറ്റ് ആണ്. എത്രയും നല്ലതല്ലേ. നിങ്ങൾ പറയൂ, ഓപ്പണായിട്ട് തന്നെ പറയൂ. പറയുന്നുണ്ടോ? പറയാൻ മടിയില്ല. എങ്ങനെ ഞാനിത് പറയും, എന്തെങ്ങനെ അഡ്മ്യൂട്ട് ചെയ്യും എന്നൊക്കെ ഓർത്തിരിക്കല്ലേ. നിങ്ങൾ പറഞ്ഞോ, ധൈര്യമായിട്ട് നിങ്ങൾ പറയൂന്നേ. ഇതിനകത്ത് ടെൻഷൻ. നമ്മളെല്ലാവരും ലൈക്ക് ഫാമിലി പോലെയാണ് അല്ലെ. നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമ്മളെ, മനസ്സിലായോ? ഇപ്പൊ ഇവിടെ ടീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സപ്പോർട്ട് ചെയ്യും, ഒരുപാട് സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞാൽ മാത്രമേ നമ്മൾ കുറച്ചുകൂടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അല്ലെ. പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. ഓക്കെ, ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അതിൽ ആരും നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും കാണില്ല കേട്ടോ. അത് ചിന്തിക്കരുത് ഒരിക്കലും കേട്ടോ. ഞാൻ അധികം പറയൂ. അതെന്താന്ന് വെച്ചാല്, ഞാന് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. അപ്പൊ അന്ന് എന്താ പറയാ, എല്ലാവരും തരക്കേടില്ല, കുഴപ്പമില്ലാണ്ട് നന്നായി പഠിച്ചിരുന്ന ഇതാട്ടാ. അപ്പൊ എല്ലാവരും ഹോംവർക്ക് ചെയ്യും. അപ്പൊ സോഷ്യൽ സ്റ്റഡി ഒരാൾ ഹോംവർക്ക് ചെയ്ത് വന്ന് എല്ലാവരും ഇങ്ങനെ എഴുതിയെടുക്കും ഹോംവർക്ക്. അപ്പൊ അന്ന് ഞാൻ എഴുതി വന്നിട്ട് എന്റെ ക്ലാസ്സിലുള്ള ഒരുവിധം കുട്ടികളൊക്കെ അത് എഴുതിയെടുത്തു. അങ്ങനെ മിസ് വന്നിട്ട് എന്തോ ഒരു സംഭവത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പൊ അതില് എന്തോ വ്യവസായത്തിനെ കുറിച്ച് എന്തോ എഴുതിയിട്ടുണ്ടോന്ന് പ്രത്യേകം എടുത്ത് മിസ് ചോദിച്ചു. അപ്പൊ ആർക്കും ഒന്നും പറയാൻ പറ്റണില്ല. അങ്ങനെ ആ മിസ് നല്ല അടി അടിക്കും. നല്ല അടിന്ന് പറഞ്ഞാല് നല്ല അടി അടിക്കും. അന്നൊക്കെ നല്ല അടിയണല്ല എല്ലാവർക്കും. അങ്ങനെ മിസ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എഴുതാത്തവര് എണീച്ചിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ അടി തുടങ്ങി. നല്ല വീശി ഇങ്ങനെ അടിക്കുക. അങ്ങനെ എത്തി എന്റെ അടുത്തെത്തി. അപ്പൊ ഇത് എഴുതിയിട്ടുണ്ട് ബുക്കില്. അപ്പൊ വെച്ചെങ്കില് ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയിട്ടുണ്ട് മിസ്സേ എന്നാണ്. അങ്ങനെ എന്ത് എഴുതിയിട്ടുണ്ടോ ഇല്ലേ ഉറപ്പിച്ച് പറയണമെന്നാണ് മിസ് ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട്. എഴുതിയിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ എന്ത് പിന്നെ ക്ലാസ്സിലുള്ള എല്ലാവരും എഴുതിയിട്ടില്ല എന്നിട്ട് എല്ലാവരും അടി വാങ്ങിച്ചു നല്ല ഇതില്. എന്നിട്ട് ഞാൻ മാത്രം. പിന്നെ എനിക്ക് തോന്നി എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അടി വാങ്ങിച്ചിരുന്നാ മതിയായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് മിസ് അവിടെ പോയി ഇരുന്നിട്ടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് മിസ്സിന്റെ അടുത്ത് എടുത്തി. അപ്പൊ ഞാൻ ഇങ്ങനെ വരയ്ക്കാം. എനിക്ക് അപ്പൊ തോന്നി എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഒരടി വാങ്ങിച്ചിരുന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ എല്ലാവരും മുന്നിട്ട് അടിക്കുമല്ലോ മിസ്.
അങ്ങനെ ചെന്നിട്ട് ഞാൻ വിറച്ച് എന്താ പറയാ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞിട്ട് മിസ് ബുക്ക് നോക്കിയപ്പോ അതിൽ എഴുതിയിട്ടുണ്ട് സംഭവം. അപ്പൊ ക്ലാസ്സിൽ എല്ലാവരും എഴുതിയിട്ടുണ്ട്, എല്ലാവരും എന്റെ നോക്കി എഴുതിയത്. അപ്പൊ അവർക്കൊന്നും അറിയില്ല, ഇങ്ങനെ കോപ്പി ചെയ്ത് പോവല്ലേ. അങ്ങനെ മിസ് ശരി അവിടെ പോയിരുന്നതാണ്. അപ്പൊ വെച്ചെങ്കിൽ ആ സമയത്ത് വെച്ചെങ്കിൽ എല്ലാവരും എന്നെ തന്നെ നോക്കി എന്തുട്ട് ഇവള് പ്രത്യേകിച്ച് എഴുതിയെന്ന്. അപ്പൊ ആ സമയത്ത് എനിക്ക് എന്താ ഒരു ഫീല്, നല്ല അടി അടിക്കുന്ന മിസ്സിനെ. അപ്പൊ ആ സമയത്ത് ഉണ്ടായ ഒരു ഇത്, അപ്പൊ എല്ലാവർക്കും ആകെ അത്ഭുതമായി എന്തുട്ട് ഇവള് എഴുതിയെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി അത് നമ്മ ഇരുന്ന് എഴുതിയിട്ടാണ് മറ്റുള്ളവർ അത് കോപ്പി ചെയ്ത കാരണമാണ് അവർക്ക് അത് മനസ്സിലാവാഞ്ഞത്. അത് നമ്മ തന്നെ ചെയ്ത കാരണമാണ് അത് നമ്മക്കറിയാം. അപ്പൊ അത് കാരണം എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ട്, അടിയൊന്നും കിട്ടിയില്ല. ആ സമയത്ത് എല്ലാവരും എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കായി. അപ്പോഴത്തെ ആ ഒരു ഇത് പറയാൻ പറ്റൂല. മിസ്സവിടെ പോയിരുന്നോന്ന് പറഞ്ഞിട്ട് അത് വെച്ചെങ്കില് അന്ന് വെച്ചെങ്കില് സ്കൂളിൽ പഠിക്കുമ്പോ വെച്ചാൽ പഠിക്കാന്ന് ഭയങ്കര ഒരു ഹരായിരുന്നു. പിന്നെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ നല്ല എന്താ പറയാ, അപ്പൊ ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു എനിക്ക്. അതാണ് എന്റെ സ്കൂളിലെ ഒരിത്, ഭയങ്കര ഇത്. പിന്നെ പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോ ഒരു സംഭവം ഉണ്ടായിരുന്നു. മദ്രസയിൽ നന്നായി പഠിച്ചിരുന്നു. എല്ലാ ഇതിലും ഫുൾ മാർക്ക് കിട്ടും. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ പീരിയഡ്സ് ആവണ സമയമാണ് ഞങ്ങക്ക് ഖുറാന് ഓതാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു ഇങ്ങനെ ഓതാത്തൊരു ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും അറ്റൻഡ് ചെയ്യാം, അത് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെ എക്സാമിന്റെ തലേദിവസം പറഞ്ഞു ഞങ്ങള് ഇങ്ങനെ ശുദ്ധിയായി വന്നോട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു വന്നോ എക്സാം എഴുതാന്നാണ്. അങ്ങനെ വന്നോന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നു എക്സാമിന്. അപ്പൊ രാവിലെ എക്സാമിന് പോണേക്ക് മുമ്പ് ഞാൻ വീണ്ടും പീരിയഡ്സ് ആയി. അപ്പൊ എനിക്ക് എക്സാം എഴുതാൻ പറ്റൂലല്ലോ. അവിടെ ചെന്നപ്പോ എന്താ ഇങ്ങനെ എഴുതാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല, അവിടെ ഇരുന്നോ എക്സാം എഴുതാന്ന് പറഞ്ഞു ഉസ്താദ്. അങ്ങനെ എന്താ ഇത് എല്ലാവരും കഴിഞ്ഞപ്പോ നമ്മ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് വെച്ചെങ്കില് കരച്ചിൽ വരെ, നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. അതിലെന്ന് വെച്ചാൽ ബൈ ഹാർട്ട് പഠിച്ചിട്ട് ഓതേണ്ടതിന്. അപ്പൊ അതെന്ന് ഒന്നും എനിക്ക് ഓതാൻ പറ്റില്ല, കാരണം ഇതല്ലേ. എന്നിട്ട് ഈ എല്ലാവരും കഴിഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വന്നു. എന്റെ അടുത്ത് വന്നിട്ട് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മ പഠിച്ചിട്ടല്ലാത്തതിന്. ഈ സങ്കടം കൊണ്ട് ഞാൻ മിണ്ടാണ്ടിന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മ പഠിച്ച കാര്യങ്ങള് വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് വന്നത്. അതൊക്കെ നമുക്ക് ഈ സാഹചര്യം കൊണ്ട് പറ്റാത്തല്ലേ. എനിക്ക് ചില കരച്ചിലും അതൊക്കെ വന്നിട്ട് ഞാനൊരു അക്ഷരം മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പോലും മിണ്ടിയില്ല. എക്സാമിന് ഒന്നും മിണ്ടിയില്ല. അപ്പൊ അവരുടെ ബോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നു പറയടിന്ന്. പക്ഷെ ഞാൻ മിണ്ടാണ്ടിക്ക കരച്ചിലായി. അങ്ങനെ മിണ്ടാണ്ട് അവിടെ ആള് ഉസ്താദ് പോയി അവിടെ നിന്നിട്ട് ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്ത് എല്ലാ സബ്ജക്റ്റിലും മാർക്ക് കൊണ്ടുവന്നു, പേപ്പർ തന്ന്. ആ സബ്ജക്റ്റിന്റെ ആ വിഷയത്തിന്റെ പേപ്പർ പബ്ലിഷ് ചെയ്തില്ല, വിഷമം കണ്ടിട്ട്. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്ത് അത് ഉസ്താദ് ഒരു ദിവസം ഇല്ലാത്ത ദിവസം, കാരണം ബാക്കി എല്ലാത്തിലും മാർക്ക് ഉണ്ട്. അപ്പൊ ഉസ്താദ് ഇല്ലാത്ത ദിവസം എന്ത് ചെയ്ത് പിള്ളേര് അടിച്ചു വാരുമ്പോ അവര് ചോദിച്ച് എന്താണ് ഇങ്ങനെ ഈ മാർക്ക് ഇങ്ങനെ എഴുതുമല്ലോ, അത് കിട്ടി. ലിസ്റ്റ് കിട്ടിയപ്പോ അതില് പാസ്സാക്കി എഴുതി വെച്ചു ഉസ്താദ്. അപ്പൊ എന്റെ അപ്പുറത്തെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അതങ്ങനെ എഴുതി വെച്ചിട്ട് എല്ലാവരും വെച്ചത് എന്തിങ്ങനെ എഴുതി വെച്ചിക്കണ് ഞാൻ മിണ്ടിയില്ലല്ലോ, അക്ഷരം മിണ്ടിയില്ലല്ലോ. അപ്പൊ എന്നിട്ട് പാസ്സാക്കി എഴുതി വെച്ചിക്കണ്. അപ്പൊ എന്നാലും അപ്പൊ എനിക്ക് ഫസ്റ്റിന് കിട്ടില്ല. അപ്പൊ ആ പാസ്സായ മാർക്ക് എഴുതി വെച്ചാണ് സെക്കൻഡിന് വരാത്, അത് മിട്ടേം പരീക്ഷ പോലെയാണ്. അപ്പൊ അവര് പറഞ്ഞത് ഇങ്ങനെ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതില് മാർക്കിലും കുഴപ്പമില്ല, എനിക്ക് മാർക്കുണ്ട്, ബാക്കിയുള്ളതിൽ കിട്ടി അങ്ങനെയൊക്കെ പറയുമല്ലോ. എന്നിട്ട് ആ കൊല്ലം തീരുന്ന വരെ അതിന്റെ കുട്ടികളൊക്കെ കണ്ട് മാർക്ക്, പക്ഷെ ഉസ്താദ് പറഞ്ഞില്ല ഇതില്. എന്നിട്ട് പിന്നെ പൊതുപരീക്ഷയായിരുന്നു ആ വർഷം. എന്നിട്ട് പൊതുപരീക്ഷയില് ഫസ്റ്റ് എനിക്കായിരുന്നു. അപ്പൊ ആ വേറെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അന്ന് കരഞ്ഞത് എനിക്ക് അന്നത്തെ വിഷമം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതാവല്ലോ. അപ്പൊ നമ്മള് അന്ന് വെച്ചാൽ ഭയങ്കര വിഷമായിരുന്നു. അതിന് ഒരു അധ്യാപകൻ എന്ന നിലയില് വളരെ അധികം ഒരു സ്നേഹമായിരുന്നു അത് ഉസ്താദെ. അത് ഇങ്ങനെ എന്താ പറയാ, നമ്മളെ അപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടതാ. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ നമ്മളെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് അതാക്കിയില്ല. അത് വലിയ ഇമ്പോർട്ടന്റ് ഉള്ള പരീക്ഷ അല്ല, അത് വിട്ടേ പോലെ ടെസ്റ്റ് പോലെ എടുക്കണതായിരുന്നു. അപ്പൊ അത് എനിക്ക് ഇപ്പോഴത് മറക്കാൻ പറ്റൂല.
ആ ഇതില്ല. ഞാൻ എന്ത് ദിവസം വന്നാലും നമ്മള് ഇത് ഇതാക്കുമ്പോഴും ആ ഉസ്താദിന്റെ നമ്മളെ മനസ്സിലാ ഓർമ്മ വരും. നമ്മ ഇതാക്കുമ്പോഴും ഒക്കെ വരും. അത്രയ്ക്ക് ഇതായിരുന്നു. അപ്പൊ എനിക്ക് ചെങ്ങ ക്ലാസ്സിൽ ചെങ്ങ എക്സാം എഴുതാ പറയണ ഞാനാണ് എക്സാം എടുക്കാന്ന് പറയും. അപ്പൊ ഉസ്താദ് അവിടുന്ന് പോയപ്പോ പറഞ്ഞു ഞാനൊരു ദിവസം വരും ഇങ്ങട്. അപ്പൊ വീട്ടിൽ വന്ന് എക്സാം എഴുതിക്കുന്നു. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു പ്രൗഡല്ല, ഒരു വലിയൊരു ഇതായിരുന്നു. പിന്നീട് ഇപ്പൊ വർഷങ്ങൾ കുറയല്ലോ. ഞങ്ങൾ ചെറിയ ക്ലാസ്സിൽ 7 പഠിക്കുമ്പോഴാണ് 7ഉം 5ഉം SLC പരീക്ഷ പോലെയാണ് അവിടെ മദ്രസയില്. അപ്പൊ പിന്നെ ഉസ്താദ് പറഞ്ഞ് ഇനി നിങ്ങൾ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ വഴി വെച്ച് കണ്ടാ മിണ്ടരുത്, നമ്മള് അന്യ സ്ത്രീ പുരുഷന്മാരാണ്, അപ്പൊ മിണ്ടരുത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പക്ഷെ നമ്മളെപ്പോഴും ഓർക്കും ഇതിനെ. അത്രയും എന്താ പറയാ, നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അധ്യാപകൻ എന്ന് പറയാം. ഓക്കെ, ഞാൻ ആലോചിക്കുകയായിരുന്നു അവർക്ക് ഓരോ പല രീതിയിലാണ് ആ ഒരു മൊമെന്റ് നിങ്ങള് അല്ലെ. കുറച്ചുപേര് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് ഡെലിവറി ആണ്, കുറച്ചുപേര് വേറെ പല കാര്യങ്ങൾ അല്ലെ, അതിന് വേറെ ചില കാര്യങ്ങൾ കൊള്ളാം. ഞാൻ പിന്നെ ആ മൊമെന്റ് ഇങ്ങനെ ആലോചിക്കാറുണ്ടോ അതാണ് വെളിയിൽ പോയിരുന്നത്. ഓക്കെ, നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാനിവിടെ ഇമാജിൻ ചെയ്തിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു അസുഖമുണ്ട്, എനിക്ക് ഇമാജിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് പിന്നെന്താ പറയൂ. ഞാൻ പറയട്ടെ. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അന്നത്തെ സാഹചര്യം കൊണ്ട് പറ്റിയില്ല. കാരണം അന്ന് പഠിത്തം ഒരു വലിയ കാര്യമായിട്ട് ആരും പറഞ്ഞു തന്നിട്ടില്ല. പഠിക്കണം, ഒരു ജോലി വാങ്ങണം എന്നൊന്നും ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് 10ാം ക്ലാസ് പെൺകുട്ടികളെ സേഫായിട്ട് ഇരുത്താൻ ഒരു സ്ഥലമായിരുന്നു സ്കൂള്. അപ്പം 10ാം ക്ലാസ് വരെ പോവുക, അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് വിടുക ഒക്കെയായിരുന്നു. ആരും പറഞ്ഞിട്ടില്ല പഠിത്തത്തിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നൊന്നും അന്ന് പേരൻസിനും അറിയില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കും അമ്മേനോട്, അമ്മ എന്തെങ്കിലും ഒരു ദിവസം പഠിക്കേ മാർക്ക് വാങ്ങുക എന്ന് പറയണ എനിക്കറിയില്ല അതിനെപ്പറ്റി, എന്താ അങ്ങനെ പഠിക്കണം, കുട്ടികൾക്കൊരു ജോലി വേണം എന്നൊന്നും അവർക്കും അതിനെപ്പറ്റി അറിവില്ല. അങ്ങനെ തട്ടിമുട്ടി 10ാം ക്ലാസ് പാസ്സായി. പിന്നെ എല്ലാരും പോകുന്നോണ്ട് +1 കൊണ്ട് ചേർത്തു. പ്രൈവറ്റ് ആയിട്ടാണ് പോയത്. കാരണം പഠിക്കാത്തതുകൊണ്ട് അത്ര മാർക്ക് ഇല്ലാത്തതുകൊണ്ട് പ്രൈവറ്റ് ആയിട്ട് പോയി. ഒരു 1 ഇയർ പോയി. പിന്നെ എക്സാമിന് എക്സ്ട്രാ ഫീസ് കൊടുക്കണം. അപ്പൊ അത് ഇല്ലാത്തത് കൊണ്ട് അന്ന് അവിടെ വെച്ച് നിർത്തി. പിന്നീട് അന്ന് ഒക്കെ പഠിക്കാൻ കുറഞ്ഞ ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ആയുർവേദ നഴ്സിംഗ് ആയിരുന്നു. അതിന് പഠിച്ചു, കുറക്കാലം ജോലി ചെയ്തു. അങ്ങനെ എനിക്ക് ശേഷം കല്യാണം കഴിഞ്ഞു പിന്നെ ജോലിയൊക്കെ വീട്ടു ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ പഠിത്തത്തെ പറ്റി എനിക്ക് തന്നെ സങ്കടം വന്നു തുടങ്ങി. കാരണം ഒന്ന് പറഞ്ഞു കൊടുക്കാന് ഇപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോൾ എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കുമ്പം നമുക്ക് 10ാം ക്ലാസ് ആണെന്ന് പറയാൻ മടിയാണ്. അപ്പൊ അന്നുകൊണ്ട് തുടർന്ന് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ട്. പക്ഷെ അതിന് തീരെ സപ്പോർട്ട് ഇല്ലാത്ത വീട്ടിലേക്കാണ് ഞാൻ ചെന്നത്. അപ്പോൾ തുറന്ന് പഠിക്കാൻ വിടുക, പുറത്ത് ജോലിക്ക് വിടുക, ഇതൊക്കെ ഭയങ്കര ഒരു മോശക്കേടാണ് അവർക്ക്. അപ്പൊ അങ്ങനെ ആ ഉള്ളിൽ ആഗ്രഹം വെച്ചു. അങ്ങനെ ഞങ്ങൾ വേറെ വീടൊക്കെ വെച്ച് സെപ്പറേറ്റ് ആയിട്ടൊക്കെ പോന്നപ്പം ഹസ്ബൻഡ് ഒന്നിച്ച് നിൽക്കുന്നില്ല. മൂപ്പര് ജോലി സ്ഥലത്താണ്. അപ്പൊ 2 ആഴ്ച കൂടുമ്പോഴേ വരുള്ളൂ. അങ്ങനെ ഫോണിൽ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഇതിൽ അങ്ങനെ എനിക്കൊരു +2 തുറന്ന് എഴുതാന്നുള്ളൊരു ഇത് കിട്ടി. NIOSന്റെ കീഴിൽ എഴുതാന്നുള്ളൊരു ഇത് കിട്ടി. അപ്പൊ ഞാന് ചോദിച്ചാൽ സമ്മതിക്കൂലെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഓൺലൈനാണല്ലോ. അപ്പൊ ഞാൻ ചേർന്നിട്ട് ആർക്കും അറിയില്ല, 1-2 ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ എൻ്റെ മക്കള് ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. കാരണം അവര് അച്ഛൻ വരുമ്പോഴേക്കും ഞങ്ങൾ ബുക്കും പുസ്തകമൊക്കെ എടുത്ത് ഞങ്ങൾ ഒളിപ്പിച്ചിരിക്കും. കാരണം അറിയാൻ പാടില്ല. അപ്പൊ വരുന്നതിന് മുന്നേ വിളിക്കും, ഞാൻ വരുന്നുണ്ട്, എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാൻ. അറിയുമ്പോഴത്തേന് ഞങ്ങൾ ആദ്യം ഓടുന്ന ബുക്ക് എടുത്ത് വെക്കാനാ. കാരണം എൻ്റെ മേശപ്പുറത്ത് ബുക്കും പുസ്തകമൊക്കെ ഉണ്ടാവും. എല്ലാം എടുത്ത് ഞങ്ങൾ അലമാര വെച്ച് ഞങ്ങളെല്ലാം. കാരണം എൻ്റെ ചെറിയ കുട്ടികൾ അന്ന് 2ാം ക്ലാസ്സിലാ, അവര് പോലും പറയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു വെച്ചോണ്ട് അവര് പറയില്ല. അങ്ങനെ 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞു. എക്സാം ഉണ്ട്. അപ്പൊ എക്സാമിന് എന്തായാലും പുറത്ത് പോകാതെ പറ്റില്ല. അപ്പോ ഇത് കാരണം മൂപ്പര് വിളിക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ 4 മണിന്റെ ഇടയിലാണ് മൂപ്പര് ഡെയിലി കോൾ ചെയ്യാറ്. അപ്പൊ എനിക്ക് എക്സാം ടൈം എന്ന് പറയുന്നത് 2:30 തൊട്ടിട്ട് 5 മണി വരെയാണ്. അപ്പൊ ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഫോൺ ഇതിന്റെ ഹാളിലേക്ക് ഫോൺ കൊണ്ടുപോകാനും പറ്റില്ല, കോൾ എടുക്കാനും പറ്റില്ല.
അതില് അപ്പം അന്നൊക്കെ എനിക്ക് വന്ന ടെൻഷൻ, കാരണം ഇത് പറയാനും പറ്റില്ല, പുറത്ത് പോവും വേണം, കാരണം 1 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം എക്സാം എഴുതാൻ സ്കൂളിൽ പോകണമെങ്കിൽ. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും 1 മണിക്കൂർ യാത്രയുണ്ട്. ഇതിന്റെ ഇടയിൽ മൂപ്പർ എപ്പോഴേലും വിളിച്ചു കഴിഞ്ഞാൽ അതിലവസാനം ഞാൻ പിന്നെ എന്ത് പറയുന്ന കാലത്തുണ്ടപ്പോൾ ഞാൻ പറയാം എനിക്കിങ്ങനെ, അപ്പം ഞാൻ അയൽക്കൂട്ടൊക്കെ കൊണ്ടുനടക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ഇതുകൊണ്ട് പോകണം, അപ്പം അതിൻ്റെ കീഴിലൊരു ജോലി, ഒരു എക്സാം ഉണ്ടെന്ന് അങ്ങനെ തട്ടിമുട്ടി പറഞ്ഞ് ഞാൻ എത്തിച്ച് പിന്നെ ആ നേരത്തെ എൻ്റെ പ്രാർത്ഥന കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അന്നേരം ആ എക്സാം കഴിയുന്നത് വരെ മൂപ്പർക്ക് ഓവർ ഡ്യൂട്ടി ഉള്ളത് കാരണം 6 മണിക്കേ വരുള്ളൂ. 6 മണി കഴിഞ്ഞ് എന്നെ വിളിക്കുകയുള്ളൂ. 6 മണിയാകുമ്പോഴത്തേനും ഞാൻ വീട്ടിലെത്തും. 5:45 കഴിയുമ്പോഴത്തേനും ഞാൻ വീട്ടിലെത്തും. 5:45 6 മണിയാകുമ്പോഴത്തേനും ഞാൻ വീട്ടിലെത്തും. അങ്ങനെ ഞാൻ വന്ന് എക്സാം ഫുള്ളും കഴിഞ്ഞു. പിന്നെ മാർക്ക് ലിസ്റ്റ് കിട്ടി. 487 മാർക്കിൽ ഞാൻ പാസ്സായി. സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടാണ് ഞാൻ മൂപ്പരെ കാണിച്ചു കൊടുത്തത്, ഞാൻ ഇങ്ങനെ എഴുതിയിരുന്നു. കാരണം നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു കള്ളത്തരം നടക്കുമ്പോൾ നമുക്കത് പറയാത്തതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ ഒരു വാശിയാണ്, ഇത് കാണിച്ചു കൊടുത്തിട്ട് വേണം, കാരണം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ്. അങ്ങനെ ഞാനത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. അതില് ആകെ അന്തം വിട്ടേ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നുള്ളൊരു, കാരണം അതുവരെ നമ്മളെ കൊണ്ട് ഒന്നും പറ്റൂല എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞാനത് കാണിച്ചു കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു കോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാതെ സമ്മതിച്ച്. അത് അങ്ങനെയൊന്നും ജോലിക്ക് പോണതും പഠിക്കാൻ പോണതൊന്നും ഇഷ്ടമല്ലാത്ത ആൾ, കാരണം എനിക്ക് പഠിക്കണം എന്നുള്ളത് എനിക്ക് അത്രയും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ +2 കഴിഞ്ഞപ്പോ തന്നെ എന്നോട് പറഞ്ഞു ഡിഗ്രിക്ക്, ഞാൻ പറഞ്ഞ അത് നടക്കൂല, കാരണം 3-4 വർഷം നമ്മൾ മെനക്കിടുന്നതിനൊപ്പം നമുക്ക് കുട്ടികളെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് +2 വരെ മതി, ഞാൻ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ജോലിക്ക് പോവാം എന്നൊക്കെ ഉള്ളതില് അങ്ങനെ നിന്നു. അപ്പൊ ആ ഒരു മാർക്ക് ലിസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയ ആ ഒരു നിമിഷം ഞാൻ അന്നത്തെ എൻ്റെ ഒരു സന്തോഷവും എനിക്ക് ഇപ്പൊ എപ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല എന്താന്നുള്ളത്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ആദ്യമായിട്ട് നടന്നൊരു മൊമെന്റ്. അതാണ് എനിക്ക് കാരണം ആരുടെയും സപ്പോർട്ട് ഇല്ലാതാണ് ഞാൻ, എൻ്റെ മക്കൾ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവര് ആ സമയത്ത് അവരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്, എനിക്ക് ക്ലാസ് നടക്കുന്ന സമയത്ത് അവർക്കും പഠിക്കേണ്ട ടൈമാണ്. അവരവരുടെ കാര്യങ്ങൾ അവർ ചെയ്യും. കാരണം എനിക്ക് 1 മണിക്കൂർ ഓൺലൈനിൽ ക്ലാസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് അവർ എഴുതാനുള്ളതും പഠിക്കാനുള്ളതും അവർ ചെയ്യും. അവർ മാത്രമായിരുന്നു എനിക്ക് അന്നേരം സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം അതിലെനിക്ക് ഒരുപാട് സന്തോഷം, അന്നത്തെ ആ ഒരു സന്തോഷം എൻ്റെ ജീവിതകാലം മുഴുവനും ഉണ്ടാവും. ഇതാണ് എൻ്റെ അനുഭവം. ഓരോരുത്തരുടെയും ഓരോരോ സിറ്റുവേഷൻസ് കേട്ടാലേ അതുപോലെ ഒരുപാട് അല്ലെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, മോണ്ടിസോറി എന്നല്ലേ ഏതൊരു ബാച്ചിലാണെങ്കിലും, പ്രത്യേകിച്ച് മോണ്ടിസോറിലാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കുന്നത് മോണ്ടിസോറിലാണ്. സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒരുപാട് ഇപ്പോ നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ട്. സോ ഓരോ സ്റ്റുഡൻസും ഒരുപാട് ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ നിന്ന് കടന്നു വന്നവരായിരിക്കും. ഇപ്പോഴും അവര് ചിലപ്പോൾ ഇപ്പോ ധന്യ പറഞ്ഞ പോലെ ആരും അറിയാണ്ട് കോഴ്സ് പഠിക്കുന്നവരുണ്ട്. അങ്ങനെ പഠിച്ചവരുണ്ട് നമ്മുടെ ബാച്ചിൽ പഠിച്ച് അങ്ങനെ പഠിച്ച് പാസ്സായി പോയവരൊക്കെ ഉണ്ട് കേട്ടോ. കുറെ പേരുടെ വീട്ടിലൊന്നും സമ്മതിക്കില്ല, ഹസ്ബൻഡ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അങ്ങനെയുള്ളതുണ്ട്. എന്താണെങ്കിലും പലർക്കും പല ജീവിതങ്ങളാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം ഏറ്റവും മോശം ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മള്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമ്മളെക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒന്നും ഒരു പ്രശ്നേ അല്ല. മനസ്സിലായോ? എപ്പോഴും അങ്ങനെ ചിന്തിക്കണം എല്ലാവരും കേട്ടോ. നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് പോസിറ്റീവ് ആക്കണം എന്ന് ഞാൻ പറയും. നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ നമുക്ക് പറ്റും അല്ലെ. അപ്പൊ എന്റെ ജീവിതം ഇങ്ങനെയാണ് എന്നല്ല, എന്റെ ജീവിതം ഇങ്ങനെയെങ്കിലാണല്ലോ എന്ന് ചിന്തിച്ചാൽ തീർന്ന വിഷയമുള്ളൂ അവിടെ. അതായത് നമ്മള് ആർക്കും ഒന്നും തികഞ്ഞു കിട്ടില്ല അല്ലെ. എന്തെങ്കിലും ഒരു കുറവ് ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണത്. ആ കുറവിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും ഒരു കുറവായിട്ട് തോന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവും. അതൊക്കെ ബുദ്ധിമുട്ടുകളായിട്ടോ പ്രശ്നങ്ങളായിട്ടോ കാണാതിരിക്കുക. മനസ്സിലായോ? അതെല്ലാം ചലഞ്ചസ് ആണ് എന്ന് മാത്രം നമ്മൾ കാണാം. അതെല്ലാം ചലഞ്ചസ് ആയത് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോവാം. എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. മനസ്സിലായോ? ഇപ്പോ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് ഈ നിയോഗം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നമ്മൾ ഒരു ആളെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തൊരു ഉദ്ദേശമുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാട്ടോ. എന്റെ ലൈഫിൽ ഞാൻ ആരെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണങ്ങളുണ്ട് ആളെ മീറ്റ് ചെയ്യാൻ.
ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ എന്നെ കണ്ടു, നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ എവിടെയോ കിടന്ന ആൾക്കാരാണ് അല്ലെ, പലരും പല സ്ഥലങ്ങളിലാണ്. പക്ഷെ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാനും, ഞാൻ എല്ലാ ബാച്ചിലും ഉള്ള ടീച്ചർ അല്ല കേട്ടോ, ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഈ ബാച്ചിൽ ഞാനാണെങ്കിൽ 23 ബാച്ചില് ഇംഗ്ലീഷ് എടുക്കുന്ന വേറൊരു സാറാണ്. സോ അങ്ങനെ മീറ്റ് ചെയ്യുന്നതും ഒരു നിയോഗമാണ് അല്ലെ, അതെന്തിനെങ്കിലൊക്കെ വേണ്ടി ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ മനസ്സിലാക്കാം, അങ്ങനെ ചിന്തിക്കണം എപ്പോഴും. കാരണം ഇതൊക്കെ ഞാനിവിടെ ഒന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല, ശരിയല്ലേ? ഈ ക്ലാസ്സിൽ നിന്ന് പോയാൽ മതി. പക്ഷെ ഞാൻ എന്തോ അത് ഞാൻ പ്ലാൻ ചെയ്ത് വരുന്ന ഒന്നല്ല കേട്ടോ. ഇത് ഞാൻ ടെൻസ് എടുക്കാൻ വേണ്ടി വന്നാണ്, എന്തായാലും കുറച്ച് പേരുകൾ പാട്ടെങ്കിലും പഠിപ്പിക്കാന്നൊക്കെ വിചാരിച്ചു വന്നാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ടോപ്പിക് എടുത്തിടണമെന്ന് എന്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ചിന്തിച്ചൊരാളെയാണ്. ഒരിക്കലും ഞാൻ ക്ലാസ്സിൽ കയറി ഒരു പ്ലാൻ ചെയ്ത് വരുന്ന ഒരാളല്ല കേട്ടോ, ഒരിക്കലും ഞാൻ പ്രിപ്പയർ ചെയ്ത് വരുന്ന ഒരാളല്ല. അപ്പോ ഇന്നൊരു ടോപ്പിക് ചുമ്മാ വന്നതാ, പക്ഷെ അത് വരാൻ, അത് എനിക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാനും അതൊരു സമയമാണ്. എല്ലാം ഒരു സമയമാണ്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ എല്ലാം ഒരു സമയമാണ്. കാരണം ഞാൻ പറയുന്ന ഏതെങ്കിലും ചെറിയ വാക്കിൽ നിന്നാണെങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾ ഒന്ന് റീതിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതെന്റെ വലിയ കാര്യം. ഓക്കെ, പിന്നെന്താ, പിന്നെ എന്നെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ എന്നെ കുറിച്ച് പറയട്ടെ, പറയണോ? ഞാൻ നിങ്ങൾ കാണുന്ന പോലെ അടിപൊളിയൊന്നും അല്ല കേട്ടോ, പറയണം. വെയിറ്റിംഗ് അതെനിക്ക് അറിയാതെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിങ്ങൾ കാണുന്ന പോലെ വലിയ അടിപൊളി ഇതൊന്നും അല്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ ആയത് ഞാൻ എന്നെ ഒരുപാട് മാറ്റിയതാ. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഞാനല്ല എന്നൊക്കെ പറയും. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല, വളരെ മോശമായത്, വൃത്തികെട്ട സ്വഭാവമായിരുന്നു എനിക്ക്. മീൻസ് ഭയങ്കര പേടിയായിരുന്നു, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു. പഠിക്കുമ്പോ തന്നെ എനിക്ക് ടീച്ചർ ആകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാത്ത ഒരാളാണ്. അതിനോട് ഒരു മടി ഉണ്ടായിരുന്നു എനിക്ക്. ലൈഫില് ഒന്നും നേടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആസ് എ പേഴ്സൺ അത് ഞാൻ എടുത്തെടുത്ത് ചോദിക്കാൻ കാരണം നമ്മൾ ഒരു വ്യക്തിത്വം ഉണ്ട്. ഇപ്പൊ കണ്ടാൽ തോന്നില്ല, അതാണ് എന്റെ കഴിവ്. നമുക്കൊരു വ്യക്തിത്വം ഉണ്ട് അല്ലെ, പേഴ്സണാലിറ്റി ഉണ്ട്. സോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആസ് എ പേഴ്സൺ എന്ന് ഉദ്ദേശിച്ചത് ഒരിക്കലും മാരിഡ് ലൈഫ് ഒന്നുമല്ല. ഒരു പെണ്ണായി ജനിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം കല്യാണം കഴിക്കും. ഈ കല്യാണം കഴിക്കാനുള്ള പറഞ്ഞിരിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അത് അത്ര പോസിബിൾ അല്ല, കുറച്ചു പേര് മാത്രം. പക്ഷെ എന്നാലും നമ്മൾ കല്യാണം കഴിക്കും. പിന്നെ മക്കള് അതുകൊണ്ട് അല്ലെ, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു ലൈഫില് ഒരാള് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവും അവിടെ? അത് ആള് സ്വയം ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെ, അവർ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ വരാം. അതാണ് ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, നമ്മൾ ഡെലിവറി ചെയ്തു, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്കറിയാതെ എല്ലാവരും അനുഭവിച്ചതാണ്. ഇപ്പൊ ഞാൻ പോലും അനുഭവിച്ച ഒരു കാര്യമാണ്. എനിക്കെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. സോ അതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ആ സ്റ്റോറി വേറെയാണ്, അത് ഭയങ്കര വിറ്റാണ്, പല വിറ്റാണ് എന്റെ സ്റ്റോറി. വിറ്റ് അത് ഞാൻ പറയാട്ടോ. അപ്പോ ഡെലിവറി മീൻസ് അത് ഏറ്റവും വലിയൊരു നമ്മള് അല്ലെ, അവരുടെ ജീവിതത്തില് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു പെയിൻ ആണ് ഡെലിവറി എന്ന് പറയുന്നത്, ഡെലിവറി പെയിൻ എന്ന് പറയുന്നത്. പക്ഷെ ആ പെയിൻ നമ്മൾ മറക്കും അല്ലെ, നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാണെങ്കിൽ, എത്ര നല്ല പെയിൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മളത് മറക്കും. അത് ഭയങ്കര കഴിവാണ്, ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ മറക്കും അത്. ഓക്കെ, ഒരു കുഞ്ഞിനെ കാണുമ്പോൾ സന്തോഷം. ആ വിറ്റ് പറയാൻ പേടിയൊന്നുമില്ല, അത് രസമാണ്. എനിക്ക് എന്റെ സ്റ്റോറി ഞാൻ ഡൈവേർട്ട് ചെയ്ത് പോകട്ടോ, കുഴപ്പമില്ല, എന്നാലും ഞാൻ പറയാം. വേണമെങ്കിൽ അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ നോർമൽ ഡെലിവറി ആയിരിക്കണം ഭയങ്കര ആഗ്രഹം. സോ എനിക്ക് പ്രഗ്നന്റ് ആയി, എനിക്ക് അല്ലാതെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ, ഛർദി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഒരു 4 മാസത്തോളം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാല് ഞാൻ ഇങ്ങനെ അടങ്ങി ഒതുക്കി ഇരിക്കുന്ന ഒരാളല്ല. ഞാൻ പ്രഗ്നന്റ് ആണെങ്കിൽ പോലും അന്ന് കോവിഡ് ടൈം ആയിരുന്നു കേട്ടോ, പീക്ക് ടൈം ആയിരുന്നു. അപ്പൊ അതിനനുസരിച്ച് പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കോവിഡ് ഇതുവരെ വന്നിട്ടില്ല, ദൈവസാഹചര്യം വന്നിട്ടില്ല, എനിക്ക് മോക്ക് വന്നില്ല ഭാഗ്യത്തിൽ. അപ്പൊ എനിക്ക് പ്രഗ്നന്റ് ആണെങ്കിൽ പോലും ഞാൻ ഭയങ്കര ചില്ലാണ്. മീൻസ് എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നടക്കണം, അങ്ങനത്തെ ഒരു ആക്റ്റീവാണ്. മീൻസ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും, ഏതെങ്കിലും ഷോപ്പിൽ പോയി കഴിഞ്ഞാലും കൂടുതലും ഞാൻ ലിഫ്റ്റ് യൂസ് ചെയ്യാറ്, സ്റ്റെപ്പ് കയറുള്ളൂ. അപ്പോ ഇതുപോലെ ഒരു 7 മാസം കഴിഞ്ഞു, 7 മാസം കഴിഞ്ഞു, എനിക്ക് മൂന്നാർ പോകണമെന്നൊരു ആഗ്രഹം വന്നു. നമ്മളൊന്ന് ചുമ്മാ മൂന്നാർ പോകാലോ, കോവിഡ് ആണ്, തിരക്കം പറഞ്ഞൊന്നും ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ച്. അപ്പൊ വീട്ടിൽ ചോദിച്ചു, വീട്ടിൽ കട്ട എതിർപ്പാണ്, വീട്ടിൽ സമ്മതിക്കില്ല, അങ്ങനെയാണ്. അപ്പൊ ഒരു ചേട്ടൻ പറഞ്ഞു, നീ ഡോക്ടറെ വിളിച്ചിരുന്നു. ഡോക്ടർ ആയ തെറിയത് ചീത്ത പറഞ്ഞു, എനിക്ക് ഒരു ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞു. അങ്ങനെ അത് പോയില്ല.
ഞാൻ ആലോചിക്കുന്നു ആരോട് പറയാണ്ട് ഞങ്ങൾ പോയാൽ മതിയായിരുന്നു. അപ്പൊ അത് ഒരു മൊമെന്റ് ആണ്, അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ് ഇല്ല, നമ്മുടെ ലൈഫിൽ ഓർത്തിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ അത് നടന്നില്ല. പിന്നെ നമുക്ക് എന്തായാലും ഒരു ഡെലിവറി അറിയാലോ, നമുക്കൊരു ഷൂട്ട് ഉണ്ടോ, മീൻസ് ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കണം. സോ ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, അന്ന് കോവിഡ് ആണെങ്കിൽ വീട്ടിൽ പറഞ്ഞില്ല. എറണാകുളത്തൊക്കെ പോയി ചുറ്റിക്കറങ്ങി നടന്നോ, എല്ലാ കടയിലും തെറ്റിത്തിരി നടന്നോ. അതൊക്കെ പോകണമെങ്കിൽ തന്നെ ലിഫ്റ്റ് യൂസ് ചെയ്യില്ല, സ്റ്റെപ്പ് കയറി നമുക്ക് അത് വളരെ നല്ലൊരു എക്സസൈസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് കയറുന്നത്, വേറൊന്നുമില്ല, അതുകൊണ്ടാണ് സ്റ്റെപ്പ് കയറുന്നത് കേട്ടോ. അപ്പൊ സ്റ്റെപ്പ് കയറിയപ്പോഴായ ഒരു വേദനയുണ്ട്, കരഞ്ഞു പോയി, അത്രയും പെയിൻ വന്നു. ലാസ്റ്റ് ഒരു കണക്കിന് ഇറങ്ങി കാറിൽ വന്ന് റെസ്റ്റ് എടുത്തു, കരഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു, അത് ഫസ്റ്റ്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇതേപോലെ എവിടെയാണ് ഡ്രസ്സ് കിട്ടില്ല, എറണാകുളത്ത് ഡ്രസ്സ് കിട്ടിയില്ല. എനിക്കിതൊരു സ്വഭാവമുണ്ട്, ഒരു സ്ഥലത്ത് മാത്രം ഡ്രസ്സ് കിട്ടില്ല കേട്ടോ. ഞാൻ വേറെ കടയിൽ പോയി, ഞങ്ങൾ അടുത്തൊരു കടയിൽ പോയി, അതിന് ഞങ്ങൾ തെറ്റിദ്ധരിഞ്ഞായിരുന്നു. വെഗെയിൻ ഇതേപോലെ സ്റ്റെപ്പ് കയറി, അന്നും ഒരു പെയിൻ പോയി, നല്ല പെയിനായിരുന്നു, നല്ല പെയിൻ. അപ്പോഴും ഓക്കെ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അത് കണ്ണ് നിറയാന്ന് പറഞ്ഞാൽ അത്രയും പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ കേട്ടോ ഡ്രസ്സൊക്കെ കിട്ടി, അവിടെ നിന്ന് ഡ്രസ് എടുത്തു. ദെൻ ഞങ്ങള് ഫോട്ടോഷൂട്ടിന് പോയി. ഞങ്ങൾ ബീച്ചിലാണ് പോയത്. ഒരു സമയം ഒരു 5 മണിക്കായിരുന്നു, ബീച്ചിലാണ് പോയത്. അത് ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു. എനിക്ക് ആ പെയിൻ വന്നു, മൂന്നാമത്തെ പെയിനാണ് കേട്ടോ. അങ്ങനെ പെയിൻ വന്നു. ഇപ്പൊ ഫോട്ടോഷൂട്ട് 17-ാം തീയതി ആണെങ്കില് 17-ാം തീയതി രാത്രിയാണ് ഫോട്ടോഷൂട്ട് ഉണ്ടായത്. 18-ാം തീയതി രാത്രി എനിക്ക് പെയിൻ വന്നു. എന്നോട് പറഞ്ഞിരിക്കുന്നത് പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിനാന്നാ. അപ്പൊ ഞാൻ ഓക്കെ വല്ലാത്ത പെയിനാണല്ലോ. അന്ന് 18-ാം തീയതി രാത്രി എനിക്ക് തൊട്ടിങ്ങി വേദന തുടങ്ങി. ഞാനപ്പോ കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ആരെയും വിളിച്ചില്ല കേട്ടോ, വീട്ടിലാരെയും വിളിച്ചൊന്നുമില്ല. ചിലപ്പോ നോർമലി ഇത് വെച്ചിപ്പോ 3 കഴിഞ്ഞല്ലോ. അപ്പൊ എന്റെ മുഖത്തൊരു പെയിനാന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തു. അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, വീട്ടില് ഫുള്ള് നടക്കാം, ഉറങ്ങിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് സോഫ സെറ്റിൽ വന്ന് കിടക്കാൻ പറ്റുന്നില്ല. ദെൻ തല വെച്ച് കിടന്നു, എന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് ടോയ്ലറ്റിൽ പോവാൻ തോന്നി. അങ്ങനെ ഇതെല്ലാം ഒരിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കത് ഡെലിവറി പെയിനാന്ന് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഒരു 6 മണിക്ക് ആയപ്പോ ഞങ്ങൾക്ക് ഉറക്കം വന്നു. ഞാൻ ജസ്റ്റ് പോയി കിടന്നപ്പോഴാണ് നമ്മുടെ ഫ്ലൂയിഡ് പോയില്ലേ, അങ്ങനെ സംഭവിച്ചു. അപ്പൊ എനിക്ക് സന്തോഷാ, പോയല്ലോ, അപ്പൊ തന്നെ ഇപ്പില്ല ഡെലിവറി. അങ്ങനെ ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ ഹസ്ബൻഡ് എന്റെ കൂടെ വെള്ളം പോയി നോക്കും. കേട്ട പാതി കേൾക്കാത്ത പാതി എനിക്ക് വെള്ളം കൊടുക്കാനാണ് ആളോടുന്നത്. വെള്ളം പോയി നോക്കാം. എനിക്ക് സന്തോഷമാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാ. പോയല്ലോ, ഇപ്പൊ തന്നെ ഡെലിവറി. അതിന് മുന്നേ ഞാൻ പറഞ്ഞു, കുഞ്ഞോട് ഞാൻ പറഞ്ഞു ഒന്ന് ഇറങ്ങി പോകാവോ എന്ന് ചോദിച്ചു, തമാശ കേട്ടോ. അപ്പൊ എനിക്ക് കുഞ്ഞു കേട്ടോ. പിറ്റേ ദിവസം ആള് ഓക്കെ പ്രിപ്പയർഡ് ആയിട്ട് വന്നു. അങ്ങനെ ആള് ഹസ്ബൻഡ് വെപ്രാളാണ്, ഞാനിതിന് ചീക്കിയാണ്. ഞങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹസ്ബൻഡ് പാനിക്കായിട്ട് ഹസ്ബൻഡ് എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ വെള്ളമെടുക്കാൻ ഓടുന്നു. അമ്മയോട് അതല്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആള് കാർ എടുക്കാൻ പോകുന്നു, താക്കോലില്ലാണ്ട് പോകുന്നു. ലാസ്റ്റ് ഞാൻ ഇവിടെ ചെയ്തു, പ്രിപ്പയർ ചെയ്തു തരുന്നു. പിന്നെ നമുക്ക് ഓർണമെന്റ്സ് എല്ലാം നമ്മൾക്ക് അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. സോ ഞാൻ ഓർണമെന്റ്സ് എടുക്കാനും പോയത് ഇവിടുന്ന്. അതായത് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 6:30 ആയപ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിയൊക്കെ പെയിനുണ്ട് കേട്ടോ, അതൊക്കെ രസമാണ്. ഇപ്പൊ ഓർക്കുമ്പോൾ ചിരി വരുന്നെങ്കിലും പോകുന്ന വഴിയൊക്കെ പെയിനുണ്ട്. അങ്ങനെ പെയിൻ അനുഭവിച്ചു. അവിടെ ചെന്ന് കോവിഡ് ടെസ്റ്റ് എടുക്കണമല്ലോ. കോവിഡ് ടെസ്റ്റ് ഞാൻ കുഞ്ഞു ചേട്ടാ വേഗം ചെയ്യൂന്ന് പറഞ്ഞു. കോവിഡ് ടെസ്റ്റ് എടുത്തു, അതിന് വെയിറ്റ് ചെയ്യണം. പെയിൻ വന്നിട്ട് ഒരു രക്ഷയില്ല. ലാസ്റ്റ് അന്നാണ് എനിക്ക് ഫസ്റ്റ് PV ചെയ്തത്. അതുവരെ എനിക്ക് PV ചെയ്യാൻ വേണ്ടി പേടിയായിരുന്നു, പക്ഷെ അന്നാണ് PV ചെയ്തത്. വളരെ സന്തോഷം. അങ്ങനെ PV ചെയ്തു. പിന്നെ ചോദിച്ചു എങ്ങനെയുണ്ട്? കുറച്ച് ഉണ്ടാവുന്നത്. അപ്പോഴും സന്തോഷം. അപ്പൊ സമയം എത്ര മണിയായി? ഏകദേശം 8 മണിയൊക്കെ ഉണ്ടാവും, അരമണിക്കൂർ ഉണ്ടാവുന്നോ. അപ്പൊ ദേ പോയി വന്നു. ആ രീതിയിലായിരുന്നു. ഒരു 8:40 ആയപ്പോ ഞാൻ പ്രസവിച്ചു. എനിക്ക് സന്തോഷം. പക്ഷെ അതിനുള്ളിൽ കയറിയപ്പോണ്ടായ അനുഭവം, പെയിൻ വരുന്നു പോകുന്നു. ഞാൻ കരഞ്ഞൊന്നുമില്ല കേട്ടോ, പിടിച്ചെന്നു. കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ചെകുത്താനെ കടലിൽ നടക്കെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ. എന്തായാലും ഇവിടുന്ന് എനിക്ക് പോകാനും പറ്റില്ല, ഇത് കഴിയാണ്ട് പോകാനും പറ്റില്ലല്ലോ. എന്തായാലും കഴിയാൻ വേണം, പ്രസവിക്കുകയും വേണം, എന്നാലും അവിടെ നിന്ന് പോകാനും പറ്റില്ല. അപ്പൊ അതൊക്കെ ഞാൻ ആലോചിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഡെലിവറി ടൈമായി. പുഷ് എന്ന് പറയുമല്ലോ, പുഷ് ചെയ്തു. കുഞ്ഞു വന്നെന്ന് പറഞ്ഞു. കുഞ്ഞു വന്നപ്പോ എനിക്ക് ആകെ എന്തോ പോലെ. എന്നാലും സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. കാരണം എന്റെ അമ്മയ്ക്ക് ചീത്ത പറയുന്നത് ഡെലിവറി പെയിൻ ആണെന്ന് പോലും അറിഞ്ഞൂടെ ചോദിച്ചു. അപ്പൊ എനിക്കറിയില്ല ഇതാണോ പെയിൻ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്തോ ഭയങ്കര ഭീകര സംഭവമായിട്ടൊക്കെയല്ലേ വെച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ആ രീതിയിലാണ് വെച്ചത്. ഭയങ്കര പെയിൻ ആയിരിക്കും വിചാരിച്ചു.
അപ്പൊ അതൊരു ചെറിയൊരു എനിക്ക് തമാശയായിട്ട് എനിക്ക് ഓർക്കാൻ പറ്റും എപ്പോഴും. രസമായിരുന്നു, ഇഷ്ടമായിരുന്നു അങ്ങനത്തെ എക്സ്പീരിയൻസ്. ഞാൻ ആ എക്സ്പീരിയൻസ് നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരാളാണ്. അതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാൻ അത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെയോ സംഭവമാണെന്ന് ചിന്തിക്കുന്നൊക്കെ ഇത്രേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അതൊക്കെ ചെറുത്, അതൊക്കെ ചെറുത്. അങ്ങനെ ചിന്തിക്കണം. ഞാൻ അതിനുവേണ്ടി ഞാൻ കുറച്ചുകൂടെ നമ്മുടെ ബോഡി കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. സോ അങ്ങനെ നമ്മളെല്ലാം അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. നമ്മുടെ ബോഡി അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആക്കി വെക്കാം. അത്രേ ഉള്ളൂ. പെയിൻ വന്നും പോയി. പക്ഷെ ആ പെയിൻ വന്നത് എങ്ങനെയാണെന്ന് അറിയാം. എനിക്കിപ്പോ മനസ്സിലായിട്ട് കാര്യം. ആ 3 പ്രാവശ്യം പെയിൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു കുഞ്ഞാണെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്തുണ്ടാക്കാം. അപ്പോഴായിട്ട് ആ പെയിൻ വരുന്നത്. കറക്റ്റ് പൊസിഷനിൽ എത്തുമ്പോഴാണല്ലോ ഡെലിവറി ടൈം എടുക്കുക. അപ്പൊ ആ 3 പ്രാവശ്യം കുഞ്ഞ് കറക്റ്റായിട്ട് തിരിഞ്ഞിട്ടുണ്ടാക്കാം. അതുകൊണ്ട് എനിക്ക് അത്രയും പെയിൻ വന്നു. എനിക്ക് പിന്നീട് അത് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ സ്റ്റോറി കംപ്ലീറ്റ് ആയില്ല കേട്ടോ. ഞാൻ നെക്സ്റ്റ് ടൈം പറയാം. കുറച്ചുകൂടി ഞാൻ കാര്യപ്പെട്ടൊക്കെ പറയാം. ഈ സ്റ്റോറിയില് വേറെ ഞാൻ പറഞ്ഞു വന്ന് വേറെയാണല്ലോ. അന്നും പോയാലും അത് നല്ലൊരു മൊമെന്റാ. പക്ഷെ അത് എനിക്ക് പ്രൗഡ് മൊമെന്റ് അല്ല, അതൊരു മൊമെന്റ് ആണ്. ഭയങ്കരമായിട്ട് സന്തോഷിച്ച മൊമെന്റ് ആണ്. പ്രൗഡ് മൊമെന്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞത്. അപ്പോ ഞാൻ പോട്ടെ. കഥ പറഞ്ഞു മുക്കിയാണ്, കഥ പറഞ്ഞ സമയം പോണെന്ന് അറിയില്ല. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ പ്രൗഡ് മൊമെന്റ് ഞാൻ പറഞ്ഞേക്കാം. ക്ലാസ് എടുക്കും. ക്ലാസ് കൈകൊന്നില്ല, ക്ലാസ് എടുക്കത്തേ പറഞ്ഞു. അപ്പൊ ശരി, ഞാൻ പോട്ടെ. എന്നാല് അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഓണത്തിന് കൂട്ടിയില്ലേ? ഓണാവധി ഇല്ലേ? ഓണാവധി ഉണ്ടല്ലോ. എന്നിട്ട് നിങ്ങളൊരു ക്ലാസ് ഉള്ളൂ. പിന്നെ വെക്കേഷൻ ആണ്. സന്തോഷിക്കൂ, ആഹ്ലാദിക്കൂ, അർമാദിക്കൂ. ഇനിയും ക്ലാസ് ഉണ്ടോ? ഇനി ക്ലാസ് ഇല്ല, കഴിഞ്ഞു. നിങ്ങളേ ഉള്ളൂ. ഇനി 31st വന്നാൽ മതിയോ? അപ്പൊ 10 ദിവസം ലീവില്ലേ? എന്തോ 31st ഇന്റേൺഷിപ്പിന് പോണെന്ന്. ആണോ? അല്ല, കുഴപ്പമില്ല. ഉള്ളൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ. ഇന്റേൺഷിപ്പിനൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യൂ കേട്ടോ. മാക്സിമം സൂപ്പറായിട്ട് ക്ലാസ് എടുക്കുക. ഇംഗ്ലീഷ് ശ്രദ്ധിക്കണം, ലാംഗ്വേജ് എപ്പോഴും ശ്രദ്ധിക്കണം, പ്രൊണൗൺസിയേഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. പറഞ്ഞേ. അപ്പൊ ഓക്കെ, ശരി. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. അയ്യോ, ഒരു കാര്യം പറയട്ടെ. ഹാപ്പി ഓണം ടു ഓൾ. ഓക്കെ, ഹാപ്പി ഓണം എവരിവൺ. അഡ്വാൻസ്